ഉം, നിങ്ങൾക്കിഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള പൂർണ്ണമായ ലൈസൻസ് ആണോ ശരിക്കും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അതായത്, ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതെ, മിക്ക ആളുകളും അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, അതാണ് എൻ്റെ ഫ്രീഡം. കൃത്യം, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗ്രന്ഥം പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയൊരു അടിമയായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. വളരെ വിചിത്രമായി തോന്നാം, അല്ലേ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന ഈ ആഴത്തിലുള്ള അന്വേഷണം അത്തരമൊരു സങ്കീർണമായ വിഷയത്തെക്കുറിച്ചാണ്. വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കു വേണ്ടി മാത്രമാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്രോതസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലെ 1730 മുതൽ 1738 വരെയുള്ള ചില ഭാഗങ്ങളാണ്. മനുഷ്യനെ എന്തിനാണ് യുക്തിബോധമുള്ളവരായി സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം ഈ സ്രോതസ്സിൽ ഉന്നയിക്കുന്നുണ്ട്. സ്വന്തം പ്രവൃത്തികളെ നിയന്ത്രിക്കാനും ആരംഭിക്കാനുമുള്ള കഴിവ്, അതായത് സ്വതന്ത്ര ഇച്ഛാശക്തി മനുഷ്യനുണ്ട് എന്നിതിൽ പറയുന്നു. അപ്പോ പ്രവർത്തിക്കാനോ പ്രവർത്തിക്കാതിരിക്കാനോ ഉള്ള കഴിവാണ് സ്വാതന്ത്ര്യമെന്ന് ഇത് നിർവചിക്കുന്നു. എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് ഈ സ്വാതന്ത്ര്യം എന്നത് വെറും ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല് പോലെയാണെന്നാണ്. അതൊരു നല്ല ഉദാഹരണമാണ്, അല്ലേ? അതായത് വണ്ടിയുണ്ട്, ഇന്ധനമുണ്ട്, എങ്ങോട്ട് തിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്റ്റിയറിംഗ് വീലുമുണ്ട്. എന്നാൽ തോന്നിയതുപോലെ എവിടേക്കും വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് അല്ല അത്. മറിച്ച് ശരിയായ ലക്ഷ്യത്തിലേക്ക്, അതായത് നന്മയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആ സ്റ്റിയറിംഗ് വീൽ ഉദാഹരണം വളരെ രസകരമാണ്. കാരണം മൃഗങ്ങളെ സംബന്ധിച്ച് അവയ്ക്ക് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. അവ തികച്ചും സഹജാവബോധം, അതായത് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല. അതെ, ഒരു സിംഹം ഇരയെ പിടിക്കുന്നത് അതിന് വിശക്കുന്നതുകൊണ്ടാണ്. അവിടെ അതിന് വേറൊരു ചോയ്സ് ഇല്ല. അവിടെ ധാർമ്മികതയുടെ ചോദ്യമേ ഉദിക്കുന്നില്ല. എന്നാൽ മനുഷ്യന് ബോധപൂർവം തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ശരിയാണ്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള ഈ കഴിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പ്രശംസയ്ക്കോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിനോ അർഹനാക്കുന്നത് എന്ന് ഈ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ ആരാണെന്ന് രൂപപ്പെടുത്തുന്നത്. കാത്തിരിക്കൂ, അവിടെ എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കൂ. നമ്മൾ വണ്ടി ഓടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ സ്റ്റിയറിംഗ് വീല് പിടിച്ച് എനിക്കിഷ്ടമുള്ള, എന്നാൽ വളരെ അപകടകരമായ ഒരു വഴിയിലൂടെ വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുത്തനെ ഒരു മലഞ്ചെരിവിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റുന്നു. അതെന്റെ സ്വാതന്ത്ര്യമല്ലേ? അവിടെയാണ് കാര്യം. നന്മയിലേക്ക് നയിക്കപ്പെടുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണതയിലെത്തൂ എന്ന് പറയുന്നത് ഒരുതരം നിയന്ത്രണമല്ലേ? സ്വാതന്ത്ര്യമെന്നത് നിയന്ത്രണങ്ങളില്ലാത്ത അവസ്ഥയല്ലേ ശരിക്കും? അവിടെയാണ് ഈ ഗ്രന്ഥം മുന്നോട്ടു വയ്ക്കുന്ന ഏറ്റവും വലിയ പാരാഡോക്സ്, അതായത് ആ വൈരുദ്ധ്യം കിടക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്നാണ് നമ്മളൊക്കെ പൊതുവെ ചിന്തിക്കുന്നത്. അതെ, അതാണല്ലോ നമ്മൾ ആദ്യം സംസാരിച്ചത്. എന്നാൽ ഈ സ്രോതസ് പറയുന്നത് തികച്ചും വിപരീതമായ കാര്യമാണ്. ഒരാൾ എത്രത്തോളം നന്മ ചെയ്യുന്നുവോ അത്രത്തോളം അവൻ സ്വതന്ത്രനാകുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നത് നന്മയുടെയും നീതിയുടെയും സേവനത്തിലാണുള്ളത്. അപ്പോൾ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോഴോ? തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ ബോധപൂർവം ആ മലഞ്ചെരിവിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ തന്നെ തെറ്റായ പ്രവണതകളുടെ അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രന്ഥം അതിനെ പാപത്തിന്റെ അടിമത്തം എന്ന് വിളിക്കുന്നു. അത് വളരെ രസകരമായൊരു നിരീക്ഷണമാണ്. എനിക്ക് തോന്നിയതെല്ലാം ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. അപ്പോ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് നമ്മളെ അടിമയാക്കുന്നു എന്നാണോ ഇവർ പറയുന്നത്? അതെ, പൂർണ്ണമായും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇന്നത്തെ കാലത്തെ നമ്മുടെ ഡിജിറ്റൽ ജീവിതമാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ വെറുതെ റീൽസ് കാണാൻ തുടങ്ങുന്നു. ഓരോ വീഡിയോയും മാറ്റാനും കാണാനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ആ ആപ്പിന്റെ അൽഗോരിതത്തിന്റെ അടിമയായി കഴിഞ്ഞു എന്ന്. ഫോൺ മാറ്റിവെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതെ, എന്റെ സമയം എന്റെ നിയന്ത്രണത്തിലല്ല. ആദ്യം അതൊരു വലിയ സ്വാതന്ത്ര്യമായി തോന്നാമെങ്കിലും പിന്നീട് ആ ശീലം നമ്മെ അതിന്റെ അടിമയാക്കുന്നു.
അപ്പോൾ പിന്നെ എവിടെയാണ് എൻ്റെ ആ ഇച്ഛാശക്തി? വളരെ കൃത്യമായൊരു ആധുനിക ഉദാഹരണമാണത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ. ആ അൽഗോരിതം നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമൈൻ സിസ്റ്റത്തെയാണ് ശരിക്കും ഹൈജാക്ക് ചെയ്യുന്നത്. ശരിയാണ്. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അവിടെ നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും ശരിയായ അറിവ് നേടുന്നതിലൂടെയും ആത്മനിയന്ത്രണം ശീലിക്കുന്നതിലൂടെയും മാത്രമേ മനുഷ്യന് സ്വന്തം ഇച്ഛാശക്തിക്ക് മേലുള്ള നിയന്ത്രണം വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഈ സ്രോതസ്സ് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും പിന്നാലെ പോകുന്നതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരിക്കലുമല്ല. നിങ്ങൾ പറഞ്ഞ ആ അൽഗോരിതത്തിന്റെ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ, ആ ഫോൺ മാറ്റിവെക്കാനുള്ള ആത്മനിയന്ത്രണം കാണിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാവുന്നത്. അത് ശീലിക്കാൻ പാടാണ്, പക്ഷേ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ ഇതിന്റെ എല്ലാം യഥാർത്ഥ അർത്ഥം എന്താണ്? നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മോശം തീരുമാനങ്ങളും ശീലങ്ങളും നമ്മെ ഇങ്ങനെ അടിമകളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ എത്രത്തോളം ഉത്തരവാദികളാണ്? എനിക്കിവിടെ ഒരു ചോദ്യമുണ്ട്. ഒരാൾ വലിയൊരു ദുശ്ശീലത്തിന്, ഉദാഹരണത്തിന് കടുത്ത ലഹരിക്കോ മറ്റോ അടിമയാണെങ്കിൽ അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ ഈ ലോജിക് വെച്ച് സമ്മതിക്കേണ്ടി വരും. അതെ, സമ്മതിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അയാൾ ഉത്തരവാദിയല്ല എന്നീ ഗ്രന്ഥം പറയുമോ? അതൊരു അപകടകരമായ വാദമല്ലേ? അതൊരു ഗൗരവമുള്ള ചോദ്യമാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും ധാർമ്മികതയെയും ഈ ഗ്രന്ഥം എത്ര സൂക്ഷ്മമായാണ് ബന്ധിപ്പിക്കുന്നതെന്നതാണ്. അതായത് എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമല്ല എന്നാണോ? കൃത്യം. എല്ലാ പ്രവൃത്തികൾക്കും ഒരേ അളവിലല്ല ഉത്തരവാദിത്തം നിശ്ചയിക്കുന്നത് എന്ന് ഇത് സമ്മതിക്കുന്നു. അജ്ഞത, അശ്രദ്ധ, സമ്മർദ്ദം, ഭയം, ശീലങ്ങൾ, അതുപോലെ മറ്റു മാനസികമോ സാമൂഹികമോ ആയ ഘടകങ്ങൾ എന്നിവയൊക്കെ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തത്തെ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ കാരണമാകുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓ, അങ്ങനെയും പറയുന്നുണ്ടോ? അതെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഭയം എന്ന വികാരം തന്നെ എടുക്കാം. അതിയായ ഭയം വരുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിലെ ലോജിക്കലായി ചിന്തിക്കുന്ന ഭാഗം പ്രവർത്തനരഹിതമാവുകയും ജീവൻ രക്ഷിക്കുക എന്ന അടിസ്ഥാന ചോദന, ആ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? അതെ, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരാൾ പൂർണ്ണ മനസ്സോടെയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ ലഹരിക്ക് അടിമയായ ആളുടെ കാര്യത്തിൽ അയാളുടെ മാനസികാവസ്ഥ അയാളുടെ ഉത്തരവാദിത്വത്തിന്റെ തോത് കുറച്ചേക്കാം. എന്നാൽ അയാൾ പൂർണ്ണമായും കുറ്റമുക്തനാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ ആ അടിമത്വത്തിലേക്ക് അയാൾ സ്വയം നടന്നു കയറിയതാണ്. അതായത് ഒരു ആധുനിക നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണോ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങളെ വിലയിരുത്തുന്നത്, സമാനമായൊരു വിശകലനം. ഇന്നത്തെ കാലത്ത് കോടതികൾ ഒരാൾ കൊലപാതകം നടത്തുമ്പോൾ അത് കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതോ പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടാണോ എന്നൊക്കെ നോക്കാറുണ്ടല്ലോ. തീർച്ചയായും മാനസിക നില തെറ്റിയതുകൊണ്ടാണോ എന്നും നോക്കും. അതെ, ഇത്രയും പഴക്കമുള്ളൊരു ഗ്രന്ഥം മനുഷ്യന്റെ മാനസികാവസ്ഥയും സാഹചര്യങ്ങളും അവരുടെ തെറ്റിന്റെ കാഠിന്യം കുറയ്ക്കാമെന്ന് ഇത്ര കൃത്യമായി അംഗീകരിക്കുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതെ, ആധുനിക നിയമ സംവിധാനങ്ങളിലെ ആ മെൻസ് റിയ അഥവാ കുറ്റകരമായ മാനസികാവസ്ഥ എന്ന തത്വം തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി നേരിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അയാൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്നിത് അടിവരയിട്ട് പറയുന്നുണ്ട്. സ്രോതസ്സിൽ തന്നെ പുരാതനമായ ചില ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ഏദൻ തോട്ടത്തിലെ പാപത്തിനു ശേഷം ദൈവം ഹവ്വയോടും കയീനോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ചെയ്തതെന്ത് എന്ന്. അതുപോലെ ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യവും ഈ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തെയാണ് കാണിക്കുന്നത്. അവർക്കെല്ലാവർക്കും തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയാമായിരുന്നു അല്ലേ? അതെ, അവർക്ക് മറ്റ് മാനസിക സമ്മർദ്ദങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രവൃത്തിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. അത് മനസ്സിലായി. എന്നാൽ ഒരാൾക്ക് നേരിട്ടുള്ള ഉദ്ദേശമില്ല എങ്കിലോ? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ട്രാഫിക് നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് ഒരാൾ വൺ വേയിലൂടെ വണ്ടി ഓടിച്ച് ഒരു അപകടമുണ്ടാക്കിയാൽ അയാളത് മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ ചെയ്തതല്ലല്ലോ. അപ്പോൾ ഉത്തരവാദിത്വം എങ്ങനെയാണ് വരുന്നത്? അവിടെയാണ് അശ്രദ്ധയുടെ വിഷയം വരുന്നത്. അത്തരം പ്രവൃത്തികൾ പരോക്ഷമായി മാത്രം സ്വമേധ്യാ ഉള്ളതാണ് എന്ന് സ്രോതസ്സ് വളരെ വ്യക്തമായി പറയുന്നു. പരോക്ഷമായി എന്ന് പറയുമ്പോൾ? അതായത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നവ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരാൾ ട്രാഫിക് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം എന്നത് അയാളുടെ കടമയാണല്ലോ. അതെ, തീർച്ചയായും. ആ കടമ നിർവഹിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന അപകടത്തിന് അയാൾ തീർച്ചയായും ഉത്തരവാദിയാണ്.
പക്ഷേ ശ്രദ്ധിക്കുക, നേരിട്ടൊരാളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചു ചെയ്യുന്ന കൊലപാതകത്തിന്റെ അത്രയും കാഠിന്യം ആ അശ്രദ്ധയ്ക്കുണ്ടാകില്ല. ഇതാണ് ധാർമ്മികതയുടെ ആ സൂക്ഷ്മത എന്ന് പറയുന്നത്. ശരി, അശ്രദ്ധ കൊണ്ട് അപകടം സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ തികച്ചും നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യാതൊരു അശ്രദ്ധയുമില്ലാതെ തന്നെ അപ്രതീക്ഷിതമായൊരു ദുരന്തം സംഭവിച്ചാലോ? അതൊരു സങ്കീർണമായ അവസ്ഥയാണ്. ഈ ഗ്രന്ഥത്തിൽ ചിലപ്പോഴൊരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ സഹിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ടല്ലോ. രോഗിയായ തന്റെ കുഞ്ഞിനെ രാവും പകലും ശുശ്രൂഷിച്ച് തളർന്നു പോകുന്ന ഒരു അമ്മയുടെ ക്ഷീണമാണ് ഇതിനൊരു ഉദാഹരണമായി സ്രോതസ്സിൽ നൽകിയിരിക്കുന്നത്. അതെ, ആ അമ്മ തളർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കുഞ്ഞിനെ നോക്കുമ്പോൾ അത് സംഭവിക്കുന്നു. എന്നാൽ എനിക്കതൊന്ന് കുറച്ചുകൂടി സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റണമെന്നുണ്ട്. പറയൂ. ഒരാളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിർഭാഗ്യവശാൽ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരാളോ മരിച്ചും പോയാൽ എന്ത് സംഭവിക്കും? ഇതൊരു സുപ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. നാം ഉദ്ദേശിക്കാത്ത ഫലങ്ങൾക്ക് നാം എപ്പോഴാണ് ഉത്തരവാദികളാകുന്നത്? തത്വശാസ്ത്രത്തിൽ ഇതിനെ ഇരട്ടഫല സിദ്ധാന്തം അഥവാ ഡബിൾ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഡബിൾ എഫക്റ്റ്, ഓക്കെ. ഈ സ്രോതസ് വളരെ വ്യക്തമായ ഒരു വിഭജന രേഖ ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു മോശം ഫലമുണ്ടാകുമ്പോൾ നിങ്ങൾ കുറ്റക്കാരനാകാതിരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യം നല്ലതായിരിക്കണം. അതിൽ നിന്ന് അനിവാര്യമായും ഒരു മോശം ഫലം ഉണ്ടായേക്കാം. എന്നാൽ ആ മോശം ഫലം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചതാകരുത്. ഒരു ഉദാഹരണം പറയാമോ? വളരെ സങ്കീർണമായ ഒരു മെഡിക്കൽ എമർജൻസി തന്നെ എടുക്കാം. ഒരു ഗർഭിണിയായ അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഗർഭപാത്രം നീക്കം ചെയ്യുകയല്ലാതെ ഡോക്ടർക്ക് വേറെ വഴിയില്ല എന്ന് കരുതുക. അവിടെ ഡോക്ടറുടെ ഉദ്ദേശം ഒന്നു മാത്രമാണ്, അമ്മയുടെ ജീവൻ രക്ഷിക്കുക. എന്നാൽ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് വളരെ ദൗർഭാഗ്യകരമായ, മുൻകൂട്ടി ആഗ്രഹിക്കാത്തൊരു ഫലമാണ്. ആ സാഹചര്യത്തിൽ ഡോക്ടറെ ഒരു കൊലപാതകിയായി കണക്കാക്കാനാവില്ല. കാരണം ഡോക്ടറുടെ ഉദ്ദേശം നല്ലതായിരുന്നു. അതെ, നല്ല ഉദ്ദേശത്തിന് പിന്നാലെ വന്ന ഒഴിവാക്കാനാകാത്ത ഇരട്ട ഫലമാണത്. അപ്പോൾ ഒരു മോശം ഫലത്തിന് നാം ഉത്തരവാദിയാകണമെങ്കിൽ ആ ഫലം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നതായിരിക്കണം. കൂടാതെ അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നതുമായിരിക്കണം, അല്ലേ? ഇതിനെ നമുക്ക് മദ്യപിച്ച വാഹനം ഓടിക്കുന്നതുമായി താരതമ്യം ചെയ്യാമല്ലോ. തീർച്ചയായും. മദ്യപിച്ച വാഹനം ഓടിച്ച് ഒരാളെ കൊല്ലുന്നത് പൂർണ്ണമായും ഉത്തരവാദിത്തമുള്ള കുറ്റമാണ് എന്ന് സ്രോതസ്സെടുത്ത് പറയുന്നുണ്ട്. കാരണം അവിടെ അയാൾ ഒരാളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകുമെന്നും മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. കൃത്യം. അതൊഴിവാക്കാമായിരുന്നിട്ടും അയാൾ അത് ചെയ്തു. അവിടെ ഈ ഡബിൾ എഫക്റ്റ് തിയറി ന്യായീകരണമായി വരില്ല, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. ഇരട്ടഫല സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ഒരു അപകടം മുൻകൂട്ടി കാണാൻ കഴിയുന്നതും അറിഞ്ഞുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം. അതെ. ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോൾ അയാൾ ആ റിസ്ക് സ്വയം ഏറ്റെടുക്കുകയാണ്. ധാർമ്മികതയുടെ ഏറ്റവും സങ്കീർണമായ തലങ്ങളെയാണ് ഇത് സ്പർശിക്കുന്നത്. ഒരാൾ മനഃപൂർവ്വം ഒരു തിന്മ ആഗ്രഹിക്കാത്തിടത്തോളം തീർത്തും ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് അയാൾ കുറ്റക്കാരനാകുന്നില്ല. എന്നാൽ സ്വന്തം പ്രവൃത്തിയുടെ ഭവിഷ്യത്തുകൾ അറിഞ്ഞിട്ടും അത് ചെയ്യുന്നതിനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒഴിച്ചോട്ടമായി മാത്രമേ കാണാൻ കഴിയൂ. ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ ധാർമ്മികത എന്നത് എത്രത്തോളം സങ്കീർണമാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്നുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പൂർണ്ണമായും വ്യക്തിപരമായ ധാർമ്മികതയെക്കുറിച്ചും വ്യക്തികളുടെ തീരുമാനങ്ങളെക്കുറിച്ചും മാത്രമാണ്. എന്നാൽ മനുഷ്യർ ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത്. അല്ല, സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അതെ, മറ്റ് മനുഷ്യരുമായി ഇടപെടുമ്പോൾ, അതായത് സമൂഹത്തിൽ ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഗ്രന്ഥം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യം എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്ന് സംസാരിക്കുന്നുണ്ട്. സ്വതന്ത്രനും ഉത്തരവാദിത്തമുള്ളവനുമായി അംഗീകരിക്കപ്പെടാൻ ഓരോ വ്യക്തിക്കും ജന്മാവകാശമുണ്ട് എന്ന് ഇത് വളരെ ശക്തമായി പ്രഖ്യാപിക്കുന്നു. ഇതിനെക്കുറിച്ചുകൂടി വിശാലമായ തലത്തിൽ നമ്മൾ നോക്കിയാൽ ഈ പുരാതന സ്രോതസ് കേവലം ചില വ്യക്തിപരമായ ഉപദേശങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെയും അതിൽ ഭരണകൂടത്തിനുള്ള ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ് ഇത് ശക്തമായി സംസാരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമോ? അതെ. ധാർമ്മികവും മതപരവുമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം വിനിയോഗിക്കാനുള്ള അവകാശം ഒരു വ്യക്തിയുടെ അന്തസ്സിന്റെ അവിഭാജ്യ ഘടകമാണ്. അതായത് എല്ലാ മനുഷ്യരും പരസ്പരം ഈ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ്.
ഇത് ഇന്നത്തെ കാലത്തെ ജനാധിപത്യ രാജ്യങ്ങളിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുമായി എത്രത്തോളം ചേർന്നു നിൽക്കുന്നു എന്ന് നോക്കൂ. ശരിയാണ്, വളരെ പ്രസക്തമാണ്. ഓരോ വ്യക്തിക്കും അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, എന്നാൽ അവിടെയും ഒരു അതിർവരമ്പുണ്ട് എന്ന് തോന്നുന്നു. പൊതുനന്മയുടെയും ക്രമസമാധാനത്തിന്റെയും പരിധികൾക്കുള്ളിൽ നിന്ന് ഭരണകൂടം ഈ അവകാശത്തെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും വേണം എന്നിതെടുത്തു പറയുന്നുണ്ട്. അതായത് സ്വാതന്ത്ര്യം എന്നത് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാകാൻ പാടില്ല. ഉദാഹരണത്തിന്, എനിക്ക് പാട്ട് കേൾക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പാതിരാത്രിയിൽ വലിയ ശബ്ദത്തിൽ ഹോം തിയേറ്റർ വെച്ച് പാട്ട് കേട്ടെന്റെ അയൽക്കാരുടെ ഉറക്കം കെടുത്താൻ എനിക്ക് അവകാശമില്ല. ഒരിക്കലുമില്ല. കാരണം അവിടെ എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വസ്ഥതയെയും അവകാശത്തെയും ബാധിക്കുന്നു. തികച്ചും ശരിയാണ്. നമ്മൾ പറയാറില്ലേ, നിങ്ങളുടെ അവകാശം ആരംഭിക്കുന്നത് എന്റെ മൂമ്പിന്റെ തുമ്പത്താണ് എന്ന്. അത് പറയുന്നത് പോലെയാണിത്. ഒരാളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നിടത്താണ് മറ്റൊരാളുടെ അവകാശം തുടങ്ങുന്നത്. വളരെ ശരിയായൊരു പോയിന്റ്. സിവിൽ അധികാരികൾക്ക്, അതായത് ഗവൺമെന്റിന്, ഈ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയൊരു ബാധ്യതയുണ്ട് എന്നാണ് ഈ ദാർശനിക ഗ്രന്ഥം അടിവരയിട്ട് പറയുന്നത്. വ്യക്തികൾക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്. ഗവൺമെന്റ് ആ അവകാശത്തെ സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും വേണം. അതേസമയം അത് സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വിരുദ്ധമാകാതിരിക്കാനും ഭരണകൂടം ശ്രദ്ധിക്കണം. വളരെ സന്തുലിതമായ ഒരു സാമൂഹിക വീക്ഷണമാണിത്. എന്തായാലും ഇന്ന് നമ്മൾ നടത്തിയ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ നിന്ന് ചില സുപ്രധാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സ്വാതന്ത്ര്യം എന്നത് കേവലം വിലക്കുകളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് നന്മ ചെയ്യാനും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാനുമുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും നമ്മുടെ സാമൂഹിക അവകാശങ്ങളെയും അത് വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. മോശം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നില്ല, മറിച്ച് അത് നമ്മെ അൽഗോരിതങ്ങളുടെയും ദുശ്ശീലങ്ങളുടെയും വലിയ അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തത്തെ എങ്ങനെ നിർണ്ണയിക്കുന്നുവെന്നതും നാം വളരെ വ്യക്തമായി കണ്ടു. മനഃശാസ്ത്രം, ധാർമ്മികത, സാമൂഹിക നീതി എന്നിവയെല്ലാം കൂടിച്ചേർന്ന് ഒരു സവിശേഷ ബിന്ദുവാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നത്. അതുപോലെ തന്നെ ഇരട്ടഫല സിദ്ധാന്തം പോലെയുള്ള ആശയങ്ങൾ നാം ഉദ്ദേശിക്കാത്ത ഫലങ്ങൾക്ക് നാം എത്രത്തോളം ഉത്തരവാദികളാണെന്ന് കൃത്യമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് നന്മ തിരഞ്ഞെടുക്കുന്നതിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നും മോശം കാര്യങ്ങൾ നമ്മെ അടിമകളാക്കുമെന്നും നമ്മൾ ഈ സ്രോതസ്സിലൂടെ കണ്ടു. അങ്ങനെയെങ്കിൽ ആധുനിക കാലത്ത് നമ്മൾ വലിയ വായിൽ ആഘോഷിക്കുന്ന ആ എനിക്ക് ചെയ്യാൻ തോന്നുന്നതെല്ലാം യാതൊരു ചോദ്യം ചെയ്യലുമില്ലാതെ ചെയ്യുക എന്ന സ്വാതന്ത്ര്യ സങ്കല്പം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം പ്രവൃത്തികൾക്ക് മേലുള്ള നിയന്ത്രണം നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരു മുഖം മാത്രമാണോ? അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മുടെ സ്വന്തം മനസ്സിനെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മളാണോ, അതോ നമ്മുടെ ചുറ്റുമുള്ള മറ്റു പലതുമാണോ? ഈ വലിയ ആശയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സ്വസ്ഥമായി ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകൾ നൽകിയ നമ്മുടെ ഈ ആഴത്തിലുള്ള അന്വേഷണം ഇവിടെ അവസാനിക്കുന്നു. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് നന്ദി.